എടാ, നീ നീ ഇതെപ്പോഴെത്തിയത്? എന്നോടൊരു വാക്ക് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. അവനിപ്പോൾ ഓഫീസിലാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് വലിയ രീതിയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ ന്യൂ അസിസ്റ്റൻറ്റിനാറ്റം അയാൾ വെച്ചിനോ? അല്ല, ഒരു വർഷം ഞാൻ ഇല്ലായിരുന്നല്ലോ, എന്നിട്ട് മറന്നു കാണും. ഏയ് ഇല്ല ഇല്ല, അങ്ങനെയൊന്നും മറന്നിട്ടൊന്നുമില്ല. പിന്നെ ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എപ്പോഴാണ് വരുന്നതെന്ന്. ഓ, ആംഗ്രി ബേർഡിനപ്പോൾ അത്രയൊക്കെ ഇഷ്ടമുണ്ടല്ലേ? നന്നായി. കുറേ ആയല്ലോ അവൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേച്ചിട്ട് വരാം. നീ പോയതിൻ്റെ ഒരു അംശം പോലും ആ റൂമിൽ കാണാൻ പാടില്ല. അതായത് അവൻ നല്ല സെൻസറാണ്, സോ അതുപോലെ കണ്ടുപിടിക്കും. വന്നപാട് തന്നെ കൈക്ക് പണി ഉണ്ടാക്കാത്തതോ നല്ലത്. ഓ, എന്തിലാട്ടെ. എടാ, ഇരിക്കേ, നിന്നെ ഞാനിന്ന് ഹെവനിലോട്ട് കൊണ്ടുപോകാൻ പോവാം. സോറി, ഞാൻ നോക്കില്ല. സോറി. കണ്ടിന്യൂ. അല്ല, ഇവനിതപ്പം വന്നു? അപ്പം വന്നു. എടാ, ഇനി ഏതാ എൻ്റെ മൂടൊക്കെ പോയി, നീ പോയിക്കോ. സ്വർഗത്തിലെ കട്ടുറുമ്പേ വന്നേക്കണം. ഇവൻ വന്ന കാര്യം ജിമ്മി എന്നോട് പറഞ്ഞില്ലല്ലോ. ശേ, ഓ, നടക്കട്ടെ. അതെ, ഒന്നും അറിഞ്ഞോണ്ടല്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ സാറിൻ്റെ റൂമിലൊന്ന് കയറണമെന്ന് തോന്നി, അങ്ങനെ കയറിയതാണ്. അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, ഒന്നും വിചാരിക്കരുത്. അല്ലെങ്കിൽ തന്നെ എൻ്റെ റൂമിൽ കയറാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നോ? ഇല്ലല്ലോ, പിന്നെ നീ തന്നെ കയറിയത്. സാറേ, ഞാൻ സാറിൻ്റെ അസിസ്റ്റൻ്റാ, എനിക്കതിനുള്ള അധികാരം എന്തോ, അങ്ങനെ കയറിയതാ. പിന്നെ ഇന്നലല്ലോ ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയത്. ഞാനേ 2 വർഷമായി നിങ്ങളുടെ അസിസ്റ്റൻ്റായിട്ട് ഇവിടെ നിൽക്കുന്നു. 1 വർഷം എൻ്റെ പാരൻ്റ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കും, ഞാൻ പോയി. പിന്നെ സാറിപ്പോൾ പഴയ പോലെ ഒന്നും അല്ലല്ലോ, നല്ല റൂഡാണല്ലോ. ശരി. അല്ല, അത് സാർ എൻ്റെ ബോയ് ഫ്രണ്ട് ആണോ? ഹി ഓൾസോ മൈ അനദർ അസിസ്റ്റൻറ്റ്, യുനോ. ഓ, അപ്പോൾ അസിസ്റ്റൻസുമായിട്ടാണ് കളി. ഓ, എൻ്റെ കൂടെ എന്നാണാവോ എന്തോ. എന്താ? വാട്ട് യു മീൻ? ഞാനൊന്നും മീൻ ചെയ്തിട്ടില്ലേ. പിന്നെ സാറേ, ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ആഴ്ചത്തേക്ക് എൻ്റെ ആവശ്യമുണ്ടോ? ഇഫ് യു വാട്ട് യു ക്യാൻ ലീവ്. ആൻഡ് നിൻ്റെ സാലറി 2 വർഷം നിനക്ക് കിട്ടിയതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഡബിൾ ഞാൻ ഇന്ന് തന്നെ തന്നിട്ട് നിനക്ക് പോകണമെങ്കിൽ പോ. ഐ ഡോണ്ട് കെയർ. കാരണം എനിക്ക് അസിസ്റ്റൻസും ഉണ്ട്. എനിക്ക് മിനിമം 1 2 മതി. അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ നോക്കിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പോൾ നിനക്ക് അത്രക്കും അത്യാവശ്യമാണെങ്കിൽ നിനക്ക് പോവാം. പിന്നെ ഞാനായിട്ട് പോകണമെന്ന് ആരോടും പറയുന്നൊന്നുമില്ല. ഓടവട്ടി. ഓ, നിനക്കിപ്പോൾ എന്നെ പൊക്കിയിട്ടെന്തിനാ? എല്ലാവരുമായിട്ട് അതിനല്ലേ. എടാ, ഇവിടെ നിന്ന് 2 വർഷം ഞാൻ നിൻ്റെ വയ്യൽ നടക്കുമായിരുന്നു, എന്നിട്ടോ ഒരൊലക്കെ നടന്നിട്ടില്ലല്ലോ. ഓ, നിനക്ക് എന്നെ വേണ്ട. മൈൻഡ് യുവർ വേർഡ്സ്. എപ്പോഴത്തെ പോലെ ആയിരിക്കില്ല എന്നും. പിന്നെ ഞാൻ ഗേ ആണെന്നറിഞ്ഞിട്ട് നീ എൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ കണ്ടപാട് ഇഷ്ടം വരാൻ ഇതെന്തുവാ? നീ ഗേ ആണോ? നീ അങ്ങനെയൊന്നും അല്ലല്ലോ. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ നീ അങ്ങനെ ആവുകയാണെങ്കിൽ എൻ്റെ ഫീലിങ്സ് വെച്ച് നീ കളിക്കുന്നതിന് തുല്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഓരോരുത്തങ്ങളോട്ട് പ്ലേ ചെയ്യുന്നത് ജസ്റ്റ് ഫോർ ടെമ്പററി ഫീലിങ്സ്. അത് ഞാൻ യൂസ് ചെയ്തതാണ്, അല്ലാണ്ട് അവരെന്നെ യൂസ് ചെയ്തതല്ല. പിന്നെ എനിക്ക് പെർമനൻ്റായിട്ട് ആരെയും ബോധിച്ചിട്ടില്ല. ഒരു ദിവസം ബോധിക്കുമല്ലോ, അപ്പം ഞാൻ നിന്നെ തന്നെ പ്രത്യേകം ക്ഷണിക്കും എൻ്റെ മാരേജിന്. മറ്റുള്ള ചീപ്പ് പേഴ്സൺസിനെ പോലെ ഞാൻ ആരെയും എൻ്റെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാറില്ല. ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. അത് എനിക്ക് ഇഷ്ടമല്ല.
സോ നിന്നെയും ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. ആൻഡ് നീ എന്നെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരും. അവിടെയുള്ള ബിരിയാണി മൊത്തം കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ബൈ. അങ്ങനെ തന്നെ നടക്കട്ടെ. ഡാ, നിന്നോടാ ഞാൻ മലയാളത്തിൽ ചോദിക്കുന്നത്, എങ്ങോട്ട് പോവാന്ന്? വന്ന പാട് തന്നെ ഇറങ്ങി പോവാണോ? നിന്റെ അനിയനായതുകൊണ്ട് അവൻ അവിടെ രക്ഷപ്പെട്ടു. എടാ, നിനക്കറിയാലോ ഞാൻ എന്താണ്, ഏതാണ്, എങ്ങനെയുള്ളവനാണെന്നൊക്കെ. അത് അവനും അറിയാം. പക്ഷേ ചില ടൈം അവന് സംസാരം കേട്ടാൽ എനിക്ക് ദേഷ്യം പിടിക്കും. പോരാത്തതിന് ഇപ്പോൾ കുറേ അസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒന്നിനപ്പുറം എന്തോ ഒരു രീതിയിലാവുന്നതൊക്കെ ഞാൻ ഇന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. കാണാൻ പാടില്ല തന്നെ കണ്ടു. പക്ഷെ ഒന്നും ഞാൻ ഓവറായിട്ട് പുറത്ത് റിയാക്ട് ചെയ്യില്ല. അത് എൻ്റെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് അവർ വിചാരിക്കും എൻ്റെ ലവൊക്കെ ഫേക്കാണ്, ജലസില്ല, പൊസസീവ്നെസ് ഇല്ല. പക്ഷേ എല്ലാം ഉള്ളിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഓവർ റിയാക്ഷൻ ഒരിക്കലും നല്ലതല്ല. ഞാൻ പോവാ, ഇനി ഞാൻ അവിടെ വരത്തില്ല. ആടാ, ഞാനിനിവിടെ പിടിച്ചു നിർത്തുന്നതിന് ഒരർത്ഥമില്ലല്ലോ. പിന്നെ നീ പോയി നല്ലൊരു ജോലി നോക്കണം. പിന്നെ ദൈവം നിനക്കായിട്ടൊരു നല്ല പാർട്ട്ണറിനെ കണ്ടുവച്ചിട്ടുണ്ടാവും. എൻ്റെ മനസ്സിന് നിൻ്റെ അനിയനല്ലാതെ വേറൊരാളും ബോധിക്കത്തില്ല. ഐ ആം യുവർ ഹോപ്പ്, യു ആർ മൈ ഹോപ്പ്, ഐ എം ജെ ഹോപ്പ്. ജസ്റ്റ് ഹോപ്പായിട്ട് ഞാൻ പോകുന്നു. ബൈ ബൈ കോപ്പേ. അത് കൊള്ളാലോ. അപ്പോൾ ബൈഡാ, ഞാൻ നിന്നെ കാണാൻ എപ്പോഴെങ്കിലുമൊക്കെ വരും കേട്ടല്ലോ. ആടാ, ബൈ ബൈ, മിസ് യു, ലവ് യു, ചേട്ടാ. ഓ, വന്നോ എൻ്റെ പുന്നാര മകൻ. എടാ, പിന്നെ ഈ അസിസ്റ്റൻ്റ് ജോലിയൊക്കെ നിർത്തിക്കളാ. നീ ഇവിടെ CEO ആയിട്ട് എൻ്റെ ഈ കമ്പനിയിൽ ഈ കസാലയിൽ ഇരിക്കണം. പിന്നെ ഒന്നാമത് പറയാൻ കാരണം എനിക്ക് പ്രായമൊക്കെ ആയി, ഇനി ഇതൊന്നും നോക്കി നടത്താൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മകനായി നിനക്ക് ഞാനിത് തരികയാണ്. നല്ലോണം നോക്കി നടക്കണം. പിന്നെ ആ മറ്റവനെ വാലായിട്ട് അസിസ്റ്റൻ്റായിട്ടൊന്നും നടക്കാനൊന്നും പോകണ്ട ഇനി. അതൊക്കെ ഞാൻ കളഞ്ഞപ്പാ. ഇനി ഏതായാലും ഇവിടെ ഇരിക്കാം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അതെ, നിവൃത്തികേട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചന്തി അടിച്ച് ഞാൻ പൊട്ടു, പറഞ്ഞില്ലെന്ന് വേണ്ട. കാരണം ഇത് അങ്ങനെ വെറുതെ ഇരിക്കുന്ന സ്ഥലമൊന്നുമല്ല കേട്ടല്ലോ. അപ്പാ, എന്താ അപ്പാ, ഇവിടെയുള്ള സ്റ്റാഫ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? ഞാനിപ്പോഴും കുപ്പിപ്പാല് കുടിച്ചെടുക്കുന്ന കുട്ടി എന്നല്ല വിചാരിക്കുക. നീ എനിക്കും ജീനിക്കും എന്നും കുപ്പിപ്പാല് കുടിച്ച് നടക്കുന്ന കുട്ടി തന്നെയാണ്. ഞങ്ങൾക്ക് എപ്പോഴും മക്കൾ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വരും. കേൾക്കാൻ നിങ്ങൾ കേട്ടോട്ടെ, വിചാരിക്കാൻ നിങ്ങൾ വിചാരിച്ചോട്ടെ. വിവരമില്ലാത്ത പപ്പ. ഓ ശരി, അപ്പോൾ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ പോവാ, ടാറ്റ. പിന്നെ നിൻ്റെ കാറ് ഞാൻ മറ്റേ ദാമോദരേട്ടനെ കൊണ്ട് ഇവിടെ വെപ്പിക്കുന്നുണ്ട്. അതിൽ വന്നാൽ മതി. അല്ലാതെ ബസ് പിടിച്ചൊന്നും വരണ്ട. നമ്മൾ എത്ര റിച്ച് ആണെങ്കിലും നീ ഇങ്ങനെ ലോ ക്ലാസിൻ്റെ കളി കളിച്ച് കുത്തിരിക്കും. അതാണ് നിൻ്റെ പ്രശ്നം. ഐ വാണ്ട് ഹാപ്പിനെസ്, നോട്ട് മണി. അതിനല്ലേ അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോയി നിന്നത്, എനിക്കറിയാം. ഷോ, എൻ്റെ ബ്രെയിൻ കില്ലാടി പപ്പ. സാലറി വാങ്ങാണ്ട ആ ചെറ്റ പോയത്, എന്തിനാണാവോ എന്തോ. ജോലി സാറിന്റെ മോനൊക്കെ ഭയങ്കര രസാടി, എന്ത് സ്റ്റൈലാവണേ. എടി നീ പറഞ്ഞ നേരാണ്. എടി എന്ത് ഭംഗിയാടി കാണാന്. അവനാണെങ്കിൽ എന്തൊക്കെ ലീവൊക്കെ എടുത്ത് കുറേ ആയല്ലോ കാണാണ്ട്. ഇപ്പോഴാണ് വലുതായി, എന്ത് രസമോ കാണാൻ. ഷാറൂഖ് ഖാനെ പോലെയുണ്ട്. എനിക്ക് എന്തോ മാഫിയ റിക്കിനാണ് ഇഷ്ടം. എനിക്ക് അവനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഏത്? അതേനെയാ, അവൻ ഗേ ആണ്. ചില കണ്ട് പൊടി ആൾക്കാർ പറഞ്ഞുണ്ടാക്കണം അവൻ ഗേ ആണെന്നൊക്കെ. പക്ഷെ അവൻ ഗേ ഒന്നല്ല. അവനേതോ പെണ്ണുങ്ങളെ പേരെല്ലാം നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നേ. എനിക്കിഷ്ടമാണ്, എനിക്ക് അവനെ തന്നെയാണ് ഇഷ്ടം. ട്രൂ ലവ് ആണ്. എനിക്ക് തന്നെ തോന്നിയത് ആൾക്കാർ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുണ്ടാക്കും, അത് സത്യ. ഇതെന്താണ് ശബ്ദം? നിങ്ങളെപ്പോഴും കൂടിയിട്ട് എൻ്റെ ശബ്ദവും അല്ല എൻ്റെ സ്ലാങ്ങും ഇങ്ങനെയാവുന്ന സംശയം. ഞാൻ ജൂണി സാറിനെ വിളിച്ചു കൊണ്ടിരുന്നോ അതോ നിങ്ങൾ ജോലി ചെയ്യുന്നോ? അല്ല, ഇതൊരു ഓഫീസാണ്, അതിൻ്റെ മര്യാദയെങ്കിലും കാണിക്കണം. അയ്യോ വേണ്ടേ, ഞങ്ങൾ പോയി ജോലി ചെയ്തോളാം. അല്ല, പുതിയ CEO വന്നില്ല. എടി, ജൂണി സാറിൻ്റെ മോനാ വന്നത്. ഇനി എന്തായാലും അവൻ തന്നെ ആയിരിക്കും, അല്ലാണ്ട് സാറ് പോവാടി. എന്നാ വാടി, സാറ് വരുമ്പോ കാണേണ്ടത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണതാണ്. അതാണ് കാണണ്ടേ. ബാബാ പണിയെടുക്ക. നമസ്കാരം ആൻറ്റി, എരിക്കിൻ്റെ അമ്മ. അതെ മോനെ, ഇത്രയും കാലം ഡൽഹിയിലായിരുന്നില്ലേ? അല്ല, നീ അവിടെ നിന്നെന്താ ജോലിയൊക്കെ പോക്കിയോ? എൻ്റെ പൊന്നു ആൻറ്റി, എങ്ങനെയാണ് ആ നരകത്തിൽ ഞാൻ ജോലി നോക്കണത്? ഇപ്പം ഞാനൊരു വർഷം എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയപ്പോൾ തന്നെ അവന് വേറെ കുറേ പേരെ അസിസ്റ്റൻ്റ് ആക്കി വെച്ചു. എനിക്ക് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ടേക്ക് ഇനി ജോലിക്ക് വരും. അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കീഴിൽ. അതെന്തൊക്കെയാണെന്ന് പറയാണ്ടെങ്കിൽ അതൊരു വലിയ കഥയാണ്. എനിക്കറിയാം ജൂണിനെ. എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ സോൾമേറ്റാണ് ജൂൺ, അവൻ്റെ കുട്ടീനെ. അപ്പോൾ നിന്നെ എൻ്റെ കുട്ടിക്ക് ഏൽപ്പിക്കുമ്പോൾ അതെനിക്കൊരു ധൈര്യമാണ്. നീ നല്ലോണം അവനെ നോക്കൂന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം നിന്നെ മാറ്റി വേറെ കുറേ പേരെ പിടിച്ച് അസിസ്റ്റൻ്റ് ആക്കിയെന്ന് കേട്ടാൽ എനിക്ക് ദേഷ്യം വരത്തില്ലേ? സ്വാഭാവികം. ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇതും വിട്ട് ഇനി ഫാമിലി നോക്കി എൻ്റെ കൂടെ ഡൽഹിയിൽ വന്നു. അപ്പം പറഞ്ഞു ഡൽഹിയിൽ വരാൻ പറ്റില്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു ഞാൻ ഈ ഒരു ഇതൊക്കെ ഉപേക്ഷിക്കാൻ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എനിക്ക് ഡൽഹി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. കാരണം
അവൻ്റെ അപ്പ നിനക്കറിയാലോ, അവിടെ നിന്നാണല്ലോ ആ ഒരു ആക്സിഡൻ്റ് ഒക്കെ, അതൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പറഞ്ഞൊരു സ്ഥലത്ത് നീ ജോലിക്ക് നിൽക്കണം, ജൂണിൻ്റെ ഓഫീസിലാണെന്ന് പറഞ്ഞു. അപ്പം അവൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. നീയാണെന്നറിയില്ല, ഇനി നിന്നെ കണ്ട് എന്താ റിയാക്ട് ചെയ്യുമെന്നൊന്നും അറിയില്ല. അവൻ വന്നിട്ടില്ല, നാളെ ആകുമ്പോൾ വരും. പിന്നെ വേറൊരു കാര്യം, നീ അതുകൊണ്ട് എനിക്കിവിടെ അവനെ വിശ്വസിച്ചേൽപ്പിക്കാം. ശരി, ആൻറ്റീൻ്റെ ഈ തീരുമാനത്തിൽ ഞാനൊരു എതിർപ്പും പറയുന്നില്ല. അവൻ വന്നോട്ടെ. ഇനി എന്നെ കണ്ട എന്താ റിയാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ജീവിതകാലം മുഴുവൻ എനിക്ക് അവനെ വിശ്വസിച്ച് എന്നെ അടുത്ത് ഏൽപ്പിക്കാം. അയിനോ കുട്ടാ, നിനക്ക് അവന് ഇഷ്ടമാണെന്ന്, തിരിച്ച് അവനക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ലാന്നും എനിക്കറിയാം. അതിനൊക്കെ ഒരു വഴി തെളിഞ്ഞു വരും. ഞാനെന്നും അവൻ്റെ ഇഷ്ടത്തിന് നിന്നു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അറിയില്ല, അവൻ ആരെയാണോ ഇഷ്ടം അവരതാക്കുമ്പോൾ ഞാൻ സമ്മതിക്കും. അത് എൻ്റെ ഒരു ഇതാണ്. നിനക്ക് എന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കണം. ആ, അതൊക്കെ മതി. ഇപ്പം എല്ലാം ഡബിൾ ഓക്കെ. എന്നാൽ ആൻറ്റി പോയിട്ട് വാ. എക്സ്ക്യൂസ് മീ സർ. യെസ്, എന്താ? സാർ എല്ലാ ഫയൽസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ വെച്ചോട്ടെ? ആ ഫയലൊക്കെ ഇവിടെ വെച്ചിട്ട് പോക്കോ. പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ ഫയലെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ വെക്കാൻ പറ. നാളെ രാവിലെ 8 മണിന് മുമ്പ് എൻ്റെ ടേബിളിൽ വേണം. ഓക്കെ സാർ, ഞാൻ പറയാം. സാർ ഫയൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കീപ് ഇറ്റ് ഇൻ ദ ടേബിൾ. സാറ് ഫയല്. അതെ, എൻ്റെ ഓഫീസിൽ ഇമാതിരി ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഒരെണ്ണത്തിനും കണ്ടേക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കാം, ഫയൽ ടേബിളിൽ വെച്ചിട്ട് പോയിക്കും. സോറി. സർ ഫയൽ. ഗുഡ് മോർണിംഗ് സാർ. എല്ലാവരോടും കൂടി ഒരു കാര്യം പറയുകയാണ്. ഇന്ന് ഇവിടെ ഒരു പുതിയ അസിസ്റ്റൻറ്റ് വരും, എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്. സോ നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം. എക്സ്ക്യൂസ് മീ. യെസ്. വാട്ട്? നീയോ? നീ എന്താടാ ഇവിടെ? അല്ല, എൻ്റെ പപ്പയുടെ ഓഫീസിൽ ഞാനല്ലാണ്ട് നീ വന്ന് നിൽക്കുമോ? അല്ല, നിൻ്റെ പേരൊക്കെ പറ, എനിക്കിവിടെ ഫില്ല് ചെയ്യണം. നിൻ്റെ ഓഫീസാണ് ഇതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ചായക്കടയിലാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വരില്ലായിരുന്നു. മുൻകാല മാഫിയ കിങ് ഒരു ചായക്കട തുടങ്ങി. എടാ, നിൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. അതിനിത്ര ചിരിക്കാൻ മാത്രം ഇവിടെ എന്താ നടന്നത്? നീ ഒരു മൃഗാടാ, മൃഗം. ആ വീടിൻ്റെ പടി ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് ചെറുങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് മനസ്സിൽ ഒരു തുള്ളി ദയ പോലും ഇല്ലാതെ, ഒന്നിനും ഒരു സീരിയസ്നെസ് കൊടുക്കാതെ. നീ പറഞ്ഞിരുന്നത് ഞാൻ നിൻ്റെ പ്രപ്പോസൽസിൻ്റെ ആക്സെപ്റ്റ് ചെയ്തായിരിക്കും. നിൻ്റെ ഈ സ്വഭാവം ഉപ്പിലിട്ട് വെക്കാൻ കൊള്ളാം, അല്ലാണ്ട് കൊള്ളത്തില്ലടാ. ഓക്കെ, ഇഫ് യു ലവ് മീ, കിസ് മീ നൗ. റിയലി? യെസ്, ഫ്രം അറൗണ്ട് ദ ഓൾ ഓഫ് ദ കമ്പനി സ്റ്റാഫ്സ്. വൈ നോട്ട്? ഇവ ഓക്കെ. എനിക്കൊരു മടിയില്ലടാ, മടിയേ ഇല്ല. ഞാൻ സ്നേഹിക്കുന്ന ആളെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച് കിസ് ചെയ്താലും എനിക്കൊരു മടിയുമില്ല. രണ്ടും കേക്കപ്പിൾസായിരുന്ന. ഇപ്പങ്ങനെ ഇരിക്കുന്നു. ആരൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നമ്മളൊക്കെ എന്തെല്ലാം വിചാരിച്ച്, അവര് വേറെന്തൊക്കെയാടി. ഇനി ഞാൻ വല്ലതും കാണിച്ചു തരണോ നിനക്ക്? എടാ വേണ്ട. എടാ, ഞാനിതുവരെ ഒരാളെ പോലും കിസ് ചെയ്തിട്ടില്ലടാ. ഇതെൻ്റെ ഫസ്റ്റ് കിസ്സാ. അപ്പോൾ ആ റൂമിൽ വെച്ച് നടന്നതോ? ആ ടൈമിൽ ഞാൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അവനാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് എന്നെ ഒരുമാതിരി ആക്കിയടാ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അത്ര തന്നെ. പിന്നെ നീ വന്നതിന് ശേഷം അതവിടെ കഴിഞ്ഞു. എനിക്ക് പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്. എന്തായി? എന്നെ ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് നിനക്ക് ഇഷ്ടമാണോ? കിസ് തന്ന ട്രൂ ലവ് എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതല്ല. അന്ന് നീ 1 വർഷത്തേക്ക് പോയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ നിന്നെ മിസ് ചെയ്തു. അപ്പോൾ നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം 2 വർഷം എൻ്റെ ഒരു സോൾമേറ്റ് പോലെ നീ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ അങ്ങനെ നീ എനിക്ക് എന്തോ ഒരു സ്പെഷ്യലായിട്ട് അപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നുടാ. നല്ല മിസ്സിങ് ആയിരുന്നു. പക്ഷെ ലവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നീ വന്നല്ലോ, അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം പിടിച്ചു. എന്നോടൊരു വാക്ക് പോലും നീ പറഞ്ഞില്ല. നീ ജിമ്മിയോടും പറഞ്ഞില്ല. പെട്ടെന്നുള്ള വരവ്. അതായത് ഞാൻ വിചാരിച്ചു നീ എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യുമെന്ന്. ഞാൻ ആ ഒരു കോളിന് എത്ര വെയിറ്റ് ചെയ്തെന്നറിയോ? അതൊക്കെ ആയപ്പോൾ ദേഷ്യം പിടിച്ചപ്പോഴാണ് ഞാൻ നിന്നോട് നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് ചൂടായത്. പിന്നെ വീണ്ടും നീ പിണങ്ങിപ്പോയില്ലേ, അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ എല്ലാ ഇമോഷൻസ് പുറത്ത് വന്നത്. ഭയങ്കര സാഡായിരുന്നു. പിന്നെ പല രീതിയിലത്തെ ഫീലിങ്സ്. പിന്നെ ഞാൻ അമ്മ ഡൽഹിയിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അമ്മയാണെങ്കിൽ നിന്നെ പുറത്താക്കിയതിൻ്റെ ദേഷ്യം മൊത്തം എന്നോട് നിർത്തി. എനിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ ഞാനങ്ങനെ ജൂണങ്ങളുടെ കമ്പനിയിൽ അമ്മ ചേരണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. പക്ഷെ അത് നിൻ്റെയാണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ എനിക്കൊരു ഫ്രീ കിസ് വേണമെന്ന് തോന്നി, നിൻ്റെ അടുത്ത് നിന്ന് തന്നെ. അങ്ങനെ കിസ് കിട്ടാൻ വേണ്ടി പറഞ്ഞു, കിസ് കിട്ടി. ഇപ്പോൾ എല്ലാം സെറ്റായി. എന്നാലും നീ കാരണം എൻ്റെ നല്ല ജീവൻ ഇടയ്ക്കിടയ്ക്ക് പോയി. ഇനിയൊന്നും പോവാതെ ഞാൻ സൂക്ഷിച്ചോളാം.
എടാ എടാ എറിക്ക്, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? നിനക്ക് നിനക്ക് എൻ്റെ കമ്പനി ജോലിക്ക് വന്നു. അല്ലടാ, ഞാനിവിടെ ജോലി ചെയ്തോളാം. എനിക്കിത് തന്നെ കംഫർട്ടബിളായി തോന്നുന്നത്. എടാ ബട്ട് ഇതാ തെറ്റല്ലേ? എടാ വേണ്ടടാ, നീ ഇപ്പോൾ പൊക്കോ, ഞാൻ പോണം. അതെ മിസ്റ്റർ, ഇവൻ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് ഞാനാ. അതിന് നീ ആരാടേ? ഹീ ഈസ് മൈ ഹസ്ബൻഡ്.